ആൻഡ്രോപോസ് എന്നൊരു പുതിയൊരു ടെർമിനോളജി ഇപ്പോൾ വളരെ പ്രചാരത്തിലുണ്ട്. മെഡിക്കൽ കമ്പനിക്കാരൻ ഉണ്ടാക്കിയ ഒരു കണ്ടുപിടുത്തമാണെന്ന് പറയപ്പെടുമെങ്കിലും മെനോപോസിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് ആൻഡ്രോപോസ്. അതായത് 50-60 വയസ്സ് കഴിയുമ്പോൾ പുരുഷന്മാരിലുണ്ടാകുന്ന അവരുടെ ഹോർമോണുകളുടെ അവസ്ഥകളൊക്കെ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പറഞ്ഞ ആൻഡ്രോപോസ് എന്ന് പറയുന്നത്. എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ അവസാനിക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊന്നും ഖണ്ഡിതമായ വിവരങ്ങളൊന്നും ആർക്കും ഇല്ല. എന്നിരുന്നാലും സീറം ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണുകളുടെ പ്രവർത്തനക്ഷമത കുറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായ കാതലായ ഭാഗം. അതായത് ഫീമെയിൽ ഈസ്ട്രജൻ കുറയുന്ന പോലെ ഇവിടെ ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വളരെ പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആയിരിക്കില്ല അവർക്ക് കാണുന്നത്. പ്രത്യേകിച്ചും വളരെ കുറഞ്ഞ ഉദാസീനത, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വേറെ ആങ്സൈറ്റി സ്റ്റേറ്റുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ എന്ന അസുഖങ്ങളായിട്ട് തന്നെ ഈ ഹോർമോണുകളുടെ കുറവുകൊണ്ട് ആണെങ്കിലോ നമ്മൾ ഈ ഹോർമോൺ സപ്ലിമെൻറ്റേഷൻ കൊണ്ട് വളരെ വ്യത്യസ്തമായൊരു വിവരം കിട്ടും എന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഗുണം. അപ്പോൾ അതിന് ടെസ്റ്റോസ്റ്ററോൺ നോക്കി അതിൻ്റെ വാല്യൂസ് നോക്കി അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ വെച്ച് അതിന് ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും കുറയുന്നു എങ്കിൽ മിക്കവാറും ഒരു ഹോർമോണുകൾ സപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും ഇല്ലതാനും. അപ്പോൾ ഓൺലി തിങ് നമ്മളത് കഴിക്കുന്നത് കുറേ കാലം കൂടി കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് മാത്രം. ഒരു കാലഘട്ടം വരെയെങ്കിലും ഒരു 50-60 വരെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ ഈ ആൻഡ്രോപോസിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഈ പരിശോധനകൾ കൊണ്ട് ഈ ഹോർമോണുകളുടെ ചികിത്സ കൊണ്ട് നമുക്ക് ഗുണം കിട്ടിയേക്കാം. അത് കാരണം പ്രത്യേകിച്ച് ഒരു സൂക്കേട് നമ്മൾ കാണാത്തത് കൊണ്ട് അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നമുക്ക് പൊതുവേ ഉണ്ടായ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നാകുന്നു, നമ്മളൊക്കെ ഒരു കുറച്ചും കൂടി എനർജി ടു ലീവ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ജീവിതത്തിനോട് കുറച്ചും കൂടി പ്രതിപത്തി അങ്ങനെയൊക്കെ ഉണ്ടാവാം. സെക്ഷൽ ഡിസ്ഫങ്ഷനും ഒരളവ് വരെ ചിലപ്പോൾ അതുകൊണ്ട് ഗുണം കിട്ടിയേക്കാം. ഹോർമോണുകൾ പ്രത്യേകിച്ചും ടെസ്റ്റോസ്റ്ററോൺ കുറവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള റിലീഫ് വരെ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നല്ലാതെ ആൻഡ്രോപോസ് എന്നുള്ള അതിനൊരു ചികിത്സാ രീതിയോ അല്ലെങ്കിൽ അതിനൊരു സ്ട്രാറ്റജിയോ ഒന്നും തന്നെ ഇപ്പോഴത്തെ നിലക്ക് നമ്മളാരും പ്ലാൻ ചെയ്യുന്നില്ല.